ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കപ്പ എന്നും പറയും, പൂള എന്നും പറയും. അപ്പോൾ ഞങ്ങളിവിടെ സാധാരണയായിട്ട് പൂള എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഓരോ സ്ഥലത്തും ഓരോന്നാവും പറയുക. അപ്പോൾ നിങ്ങൾ എന്താണോ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ക്രിസ്പി ആയിട്ടുള്ള പൂളപ്പൊരി ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ പൂളപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വണ്ണത്തിലുള്ള പൂളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളയണം. അപ്പോൾ ഒരുപാട് വണ്ണത്തിലുള്ള പൂള നമുക്ക് വീട്ടിലൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ സ്ലൈസർ അത്രയും വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ലൈസറിന് പാകമായിട്ടുള്ള ഒരു വണ്ണത്തിലുള്ള പൂളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഞാനിവിടെ ഇതുപോലൊരു സ്ലൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈസറിൽ നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കേണ്ട. അപ്പോൾ നമുക്കത് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് എന്നാൽ ഒരുപാട് തിക്കും വേണ്ട. അങ്ങനെ നമുക്കൊരു പാകത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം സ്ലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്കതിൻ്റെ തിക്നെസ്. അങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഓരോന്നായിട്ട് വേണം കേട്ടോ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൂടുള്ള എണ്ണയുടെ മുകളിൽ ഇതുപോലെ പിടിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് സ്ലൈസർ ഈ ഒരു ചൂടുള്ള എണ്ണയുടെ മുകളിൽ പിടിച്ചിട്ട് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് വരിക. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്ന് വേർപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ. എനിക്ക് കുറച്ചും കൂടെ സൗകര്യമായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് അത് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടെ ഈസി എന്ന് തോന്നുന്നു. അല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്ലൈസറൊക്കെ നന്നായിട്ട് നല്ല മൂർച്ചയുള്ള സ്ലൈസറൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് അതുപോലെ ചെത്തിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ സൗകര്യമായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയാവും, വലിയ പണിയൊന്നുമില്ല, വലിയ സമയമൊന്നും വേണ്ട റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു കളറൊക്കെ മാറി നല്ല ക്രിസ്പിയായി വരുമ്പോൾ കോരിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ 2 പൂളയും ചെത്തി ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂളപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടോട് കൂടി തന്നെ ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്